ഈ ഏതെല്ലാം മതങ്ങളെ ഈ രാജ്യത്തുണ്ടായെങ്കിലും അവരുടെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി കഴിവുള്ള ഭരണകർത്താക്കന്മാർ തന്നെയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഭീകരവാദികൾക്ക് സപ്പോർട്ടുള്ള യാതൊരുവിധ സംശയവും വേണ്ട. അത് എന്തിന്റെ പേരിലായാലും ശരി, ഈ രാജ്യത്തെ പൗരന്മാരാണ് ഞങ്ങൾക്ക് മുഖ്യം, ഈ രാജ്യമാണ് പ്രധാനം എന്ന് ഇവിടുത്തെ ഓരോ ആളുകളും മനസ്സിലാക്കണം. ഭീകരവാദികൾ ഏതെല്ലാം തരത്തിൽ ഈ രാജ്യത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ രാജ്യത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ, അതിനെല്ലാം തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഈ രാജ്യം ഭരിക്കുന്ന, ഈ രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഭരണകർത്താക്കൾക്ക് അറിയാമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒത്തൊരുമയോടുകൂടി കണ്ടുകൊണ്ട് കഴിഞ്ഞ നമ്മുടെ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വർഗമായിട്ടുള്ള ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം വളരെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദികൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ രാജ്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ ദീപപ്രജ്വലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. രാജ്യത്തിന് അപകടം പറ്റുമ്പോൾ ദേശസ്നേഹികളായ ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കയ്യും കെട്ടി നിൽക്കാനാകില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യം ഭീകരരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഭീകരവാദികളെ തുറന്നു കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ പ്രവർത്തകരുടെയും, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കടമയാണ്. മേലിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോ ഈ രീതിയിലുള്ള ജിഹാദികളെ, ഈ വെള്ളപൂശുന്ന നയങ്ങൾ LDF സർക്കാരും UDF സർക്കാരും കേരളത്തിലും കൊണ്ടു നടക്കുന്നുണ്ട്. നമുക്കറിയാം, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ വലിയ ഭീകരവാദികളുടെ ചിത്രങ്ങളൊക്കെ എഴുതിയിട്ടാണ് കോഴിക്കോട് എയർപോർട്ടിൽ ഈ ഭീകരവാദികളെയൊക്കെ വെള്ളപൂശുന്ന നയമാണ് ലീഗിനും അതുപോലെ തന്നെ LDFനും കോൺഗ്രസിനും ഒക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദം അവസാനിപ്പിക്കുന്നതിന് ശക്തമായൊരു ഭരണം കേന്ദ്രത്തിലുണ്ട്, മോദിയുടെ സർക്കാരിന്റെ കീഴിലുണ്ട്. ആ ഭരണത്തിന്റെ കീഴിൽ ഈ ജിഹാദികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവരെ തുറന്നു കാട്ടുന്നതിനും നമ്മുടെ പ്രദേശത്തിനും വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ദേശസ്നേഹികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ വ്യക്തിപരമായ പേരിലും BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.